ഒരു ആപ്പിൾ വിറ്റ് ഐഫോൺ വാങ്ങാൻ പറ്റുമോ? എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് ഒരു ആപ്പിൾ കൊടുത്ത് ഐഫോൺ വാങ്ങിക്കൂടാ. കാർത്തിക് സൂര്യ 1,00,000 രൂപ കൊടുത്ത് ഐഫോൺ വാങ്ങിയെങ്കിൽ ആപ്പിൾ കൊടുത്തിട്ട് ഞാൻ ഐഫോൺ വാങ്ങാൻ ശ്രമിക്കും. എനിക്ക് ഐഫോൺ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഗിവ് അവേ ആയിട്ട് കൊടുക്കും. പക്ഷേ അതിനൊരൊറ്റ കണ്ടീഷനുള്ളൂ, എൻ്റെ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കണം. ഒരാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ ദേ ഈ ഒരു പ്രോഡക്റ്റിലാണ് എത്തി നിൽക്കുന്നത്. എന്താണ് ഈ സംഭവം എന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. ലെറ്റ് അൺബോക്സ് ഇറ്റ്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പാക്കറ്റ് കഴിഞ്ഞ് ഓൾറെഡി പൊളിച്ചതാണ്. ഇതാണ് ഐറ്റം. ഒരു ഇയർഫോണാണ്, എയർപോഡ് എന്നൊക്കെ പറയില്ലേ. ആൻഡ് ഇത് കുറച്ച് സ്പെഷ്യൽ സാധനമാണ്. കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. ഞാൻ ഓൾറെഡി അൺബോക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു ചാർജിങ് കേബിളുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഈ സംഭവം വരിക. സോ ഇനി ഇതാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത്. സോ ഇതായിരിക്കെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻ്റ് ഇടുക. ദെൻ നമ്മളിവിടെ വരെ എത്തി നിൽക്കുന്നു. ഇതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അക്കർനിഷ ബൾക്കി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ്, സ്റ്റോറാണ് ഈ ഒരു സാധനം അയച്ചെന്ന്. താങ്ക് യു സോ മച്ച്. സോ ബൈ.